ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മപ്രവാഹം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ومولانا محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള ആദരണീയരായ ഉസ്താദുമാർ, പുറത്തൂർ ഉസ്താദ് അടക്കം പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിന്റെ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ മത പഠന രംഗത്തും പ്രബോധന രംഗത്തുമുള്ള ഒത്തൊരുമയോടുകൂടെ ഉള്ള ഈ പ്രവർത്തനം അല്ലാഹു എന്നും പുരോഗതി പ്രാപിക്കുന്ന രീതിയിൽ, ദീനിന് ഗുണകരമായ രീതിയിൽ നിലനിർത്തി തന്നു അതിന്റെ ഫലം നാളെ ഖബറിലും പരലോകത്തും അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അയ്യുഹൽ വലദ് എന്ന വളരെ ചെറിയ എന്നാൽ നന്നായി ചിന്തിപ്പിക്കുകയും മനസ്സിൽ തറക്കുകയും ചെയ്യുന്ന ആ വലിയ ഗ്രന്ഥം ഇൻഷാ അല്ലാഹ് അബൂ ഷാക്കിർ ഉസ്താദ് യാത്ര കഴിഞ്ഞ് ക്ലാസ് റൂമിൽ തിരിച്ചെത്തുന്നത് വരെ ഈ സമയത്ത് ചർച്ച ചെയ്യാൻ നാം തീരുമാനിച്ചതാണ്. കഴിഞ്ഞ 2 ദിവസം നാട്ടിലായതുകൊണ്ട് ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യന് എഴുതിയ കുറിപ്പിൽ അറിവ് കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുകയില്ലെന്ന്, മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതും പരലോകത്ത് ഉന്നതിയിലേക്ക് നയിക്കുന്നതും അറിവ് മാത്രമല്ല, ആ അറിവിന്റെ കൂടെ അമലുണ്ടാകുമ്പോഴാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിവരിക്കുകയാണ്. ഈ ഖണ്ഡികയുടെ അവസാനം വറുവിയ അന്നൽ ജുനൈദ ഖദ്ദസല്ലാഹു സിർറഹു റുഇയ ഫിൽ മനാമി ബഅദ മൗതിഹി فقيل له ما الخبر يا أبا القاسم؟ قال طاحت تلك العبارات وفنيت تلك العشارات وما نفعنا إلا رقيعات ركعناها في جوف الليل. കഴിഞ്ഞ ക്ലാസ്സിൽ അയ്യുഹൽ വലദിന്റെ PDF കിട്ടുമോ എന്ന് പല ആളുകളും അന്വേഷിച്ചിരുന്നു. ആർക്കെങ്കിലും കിട്ടിയോ? അല്ലെങ്കിൽ അതിന്റെ ഷാമിലയിൽ അതുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഏതെങ്കിലും കിതാബുകളുടെ ഭാഗം അതിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈ ക്ലാസ് കിടക്കുന്ന കൂട്ടത്തില് അത് ഇവിടെ നിന്ന് അടിച്ചാൽ നമുക്ക് എളുപ്പമാകുമായിരുന്നു. എല്ലാവർക്കും ഒന്ന് കാണാനൊക്കെ വളരെ എളുപ്പമാവും, ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചാൽ. അപ്പോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിജ്റ 243 ജനിച്ച് 297 വഫാത്തായ
വലിയ മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ. ബഹുമാനപ്പെട്ടവർ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഫിഖ്ഹ് പഠിച്ചവരും സിദ്ദു സിഖത്തി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തരീഖത്തും തസവ്വുഫും പഠിച്ച മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. സിദ്ദു സിഖത്തി റളിയല്ലാഹു അൻഹു അതുപോലെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ടവരും സയ്യിദ് ത്വായിഫ എന്നാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുള്ളത്. സയ്യിദ് ത്വായിഫ എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളുടെ നേതാവ് എന്ന് പറയപ്പെടാൻ കാരണം ഇന്ന് നിലവിലുള്ള എല്ലാ തരീഖത്തുകളും ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നെത്തുന്നതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ സയ്യിദു ത്വായിഫ എന്ന് വിളിക്കുന്നത്. ആ വലിയ മഹാൻ മരണപ്പെട്ടതിന്റെ ശേഷം അവരെ സ്വപ്നത്തിൽ ആരോ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വർത്തമാനം? അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ മറുപടി, താഹത്തിൽക്കൽ ഇബാറാത്തു വ ഫനിയത്തിൽക്കൽ ഇഷാറാത്തു. അന്ന് ആളുകൾ എന്നെ കുറിച്ച് പറഞ്ഞിരുന്ന വർത്തമാനങ്ങളെല്ലാം നിഷ്ഫലമായി പോയി. അതുപോലെ ഞാൻ നടന്നു പോകുമ്പോൾ ആളുകൾ എന്നെ ചൂണ്ടിയിട്ട് വലിയ ആദരണീയനായ മനുഷ്യൻ എന്ന നിലക്ക് സംസാരിച്ചിരുന്ന സംസാരങ്ങളൊന്നും എനിക്ക് ഉപകാരം ചെയ്തില്ല. പിന്നെ എനിക്ക് ബാക്കിയുണ്ടായത് എന്താണ്? വമാ നഫഅനാ ഇല്ലാ റുഖൈഅത്തുൻ റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. അർദ്ധരാത്രിയിൽ നിസ്കരിച്ച ഏതാനും റക്അത്തുകൾ മാത്രമാണ് നമുക്ക് ഉപകാരപ്രദമായത് എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തന്റെ അയ്യുഹൽ വലദിൽ പറയുന്നു. അപ്പോ എന്താ ഈ പറഞ്ഞത്? ഒരു മഹാനോ വലിയ പണ്ഡിതനോ ഒക്കെ ആയാൽ ആളുകൾ അയാളെ ചൂണ്ടിക്കാണിക്കുകയും അയാളെ കുറിച്ച് നല്ലത് പറയുകയും പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ പുകഴ്ത്തി പറയുന്ന ആ ഭാഗങ്ങളൊന്നും ആളുകളുടെ നന്മ പറച്ചിലും പ്രശംസയും ഒന്നും നമുക്ക് ഖബറിൽ ഉപകരിച്ചില്ല. അർദ്ധരാത്രിയിൽ നിസ്കരിച്ച ഏതാനും റക്അത്തുകൾ മാത്രമാണ് നമുക്ക് ഉപകാരപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഇമാം ഗസ്സാലി ഇവിടെ ഉദ്ധരിക്കുന്നത് ഉപകാരപ്പെടണമെങ്കിൽ അമലുകൾ ഉണ്ടാകണം എന്ന അർത്ഥത്തിലാണ്. ഇനി അടുത്ത പേരയിൽ ഇമാം ഗസ്സാലി പറയുന്നത് എന്താണ്? ലാ തകുൻ മിനൽ അഅമാലി മുഫ്ലിസ അയ്യുഹൽ വലദ്, ലാ തകുൻ മിനൽ അഅമാലി മുഫ്ലിസ വലാ മിനൽ അഹ്വാലി ഖാലിയ വതയത്തൻ അന്നൽ ഇൽമൽ മുജറദ ലാ യുഖുദുൽ യദ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ശിഷ്യന് കൊടുത്ത ഉപദേശങ്ങളിൽ അടുത്തത് ലാ തകുൻ മിനൽ അഅമാലി മുഫ്ലിസ, അമലുകളുടെ കാര്യത്തിൽ നീ പരമദരിദ്രനാകരുത്. അമലുകളുടെ കാര്യത്തിൽ നീ ദരിദ്രൻ ആകരുത്. ധാരാളം അമലുകൾ നിന്റെ കയ്യിൽ ഉണ്ടാകണം. വലാ മിനൽ അഹ്വാലി ഖാലിയ, അള്ളാഹുവിനോട് നേരിട്ട് സംഭാഷണം നടത്തുന്ന നിസ്കാരങ്ങളും അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റുന്ന അമലുകളുമെല്ലാം ഒരു അടിമയുടെ മനസ്സിന് സമ്മാനിക്കുന്ന മധുരമുണ്ട്. ആ മധുരം സമ്മാനിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ ഒരിക്കലും ഒഴിഞ്ഞു പോകരുത്. ആ അവസ്ഥകൾ നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ അമലുകൾ നന്നായി ചെയ്യുകയും അതിന്റെ പുറമെ അമലുകള് ആ വിഷയത്തിൽ നീ ധനമില്ലാത്ത സ്വത്തില്ലാത്ത അമലാകുന്ന പരലോകത്ത് ഉപകരിക്കുന്ന ഏറ്റവും കനപ്പെട്ട ധനം അത് കയ്യിലില്ലാത്ത ദരിദ്രനായി നീ മാറരുത്. മാത്രമല്ല അള്ളാഹുവുമായുള്ള അടുപ്പത്തിലും ഇബാദത്തിലും മുനാജാത്തിലും
നിനക്ക് മനസ്സിന് സംതൃപ്തി വരുന്ന, മധുരം അനുഭവപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. അത്തരം അവസ്ഥകളിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകരുത്, അത്തരം അവസ്ഥകൾ നിനക്ക് ലഭിക്കാതെ പോകരുത്. എന്നിട്ട് പറയുന്നു ബഹുമാനപ്പെട്ടവർ, വതയഖൻ, നീ ഉറപ്പിച്ചു മനസ്സിലാക്കണം, അന്നൽ ഇൽമൽ മുജറദ ലാ യഖുദുൽ യദാ, വെറും അറിവ് നിന്റെ കൈപിടിക്കാൻ വരില്ല, അറിവ് കൊണ്ട് മാത്രം നീ രക്ഷപ്പെടില്ല എന്ന് ചുരുക്കം. അറിവ് നിന്റെ കൈപിടിക്കില്ല, വെറും അറിവ് നിന്റെ കൈപിടിക്കില്ല. നീ പഠിച്ച അറിവ് കൊണ്ട് മാത്രം നിനക്ക് മിസാലുഹു ലൗകാന ലാ റജുലൻ ഫീ ബരിയ്യ അശറത്തു അസിയാഫിൻ ഹിന്ദിയ്യ മാ അസ്ലിഹത്തിൻ ഉഖറ വകാന റജുലു ശുജാഅൻ വഅഹ്ല حرب فحمل عليه أسد عظيم مهيب فما ظنك هل تدفه الأسلحة شره عنه باستعمالها وضربها ومن المعلوم أنها لا تدفع إلا بالتحريك والضرب وكذا فكذا لو قرأ رجل 100,000 مسألة علمية وتعلمها ولم يعمل بها لا تفيده إلا بالعمل. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, മിസാലുഹു, അതിന്റെ ഉദാഹരണം എന്താണ്? അറിവ് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ രക്ഷപ്പെടൂല. അമൽ ചെയ്യാതെ, കർമ്മമില്ലാതെ അറിവ് മാത്രം ആരുടെയും കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ എത്തില്ല എന്നതിന് ഇമാം ഗസാലി ഉദാഹരണം പറയുന്നത്, ലൗകാന അലാ റജുലിൻ ഫീ ബരിയത്തിൻ അശറത്തു അസിയാഫിൻ ഹിന്ദിയ്യ, ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കയ്യിൽ 10 ഇന്ത്യൻ വാളുകളുണ്ട്. ഇന്ത്യൻ വാളുകൾക്ക് നല്ല പേരാണ് എന്ന് നമ്മൾ ബുർദേന്ന് പഠിച്ചു, അല്ല പിന്നെ പണ്ട് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹുവിന്റെ കാവ്യത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ബാനത്തു സ്വായതെന്ന്. അപ്പോ ആ ഇന്ത്യൻ ആയുധം, ഇന്ത്യൻ വാളുകൾ ഒരാളുടെ കയ്യിൽ 10 എണ്ണമുണ്ട്. മാ അസ്ലിഹത്തിൻ ഉഖറ, ഈ 10 വാളുകൾക്കപ്പുറം വേറെയും ചില ആയുധങ്ങൾ അയാളുടെ കൈവശമുണ്ട്. വകാന റജുലു ശുജാഅ, ആയുധം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, ആള് ധീരനാണ്. മാത്രമല്ല അഹ്ല ഹർബിൻ, ആയുധ പ്രയോഗം പരിചയമുള്ളവനുമാണ്. അപ്പോ ആയുധം കൈവശമുണ്ട്, ആ ആയുധം കയ്യിലെടുക്കാൻ മനക്കരുത്തുണ്ടാക്കുന്ന രീതിയിൽ അയാൾക്ക് ധീരതയുണ്ട്. മാത്രമല്ല ആ ആയുധം പ്രയോഗിക്കാനുള്ള അറിവുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിൽ പെട്ടു. അവിടുന്ന് ഫഹമല അലൈഹി ഹസദുൻ അളീമുൻ മഹീബുൻ, കണ്ടാൽ പേടിയാകുന്ന ഒരു വലിയ സിംഹം അവന്റെ നേരെ ഇങ്ങ് ചാടി വന്നു. ആണോ? ഇമാം ഗസാലി തങ്ങൾ ചോദിക്കുക, നീ എന്താണ് വിചാരിക്കുന്നത്? ഹൽ തദ്ഫഹുൽ അസ്ലിഹത്തു ശർറഹു അൻഹു ബിഇസ്തിഅമാലിഹാ വദർബിഹാ, ആ ആയുധങ്ങൾ അവനെ ആ മൃഗത്തിന്റെ, സിംഹത്തിന്റെ ആക്രമണത്തിൽ നിന്ന് തടയുമോ? ഇല്ല. തടയണമെങ്കിൽ ആയുധം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ആയുധം പ്രയോഗിക്കാൻ അറിഞ്ഞത് കൊണ്ടും കാര്യമില്ല. ആ ആയുധങ്ങളെല്ലാം നല്ല കേമമായ ആയുധങ്ങളുണ്ട്, പ്രയോഗിക്കാൻ അറിവുണ്ട്, പ്രയോഗിക്കാനുള്ള ധീരതയുമുണ്ട്. പക്ഷെ അതുകൊണ്ട് അയാൾ രക്ഷപ്പെടൂല. പിന്നെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ആ ആയുധം പ്രയോഗിക്കുക തന്നെ വേണം. പ്രയോഗിക്കാനുള്ള അറിവുകൊണ്ട് കാര്യമില്ല, ആ ആയുധം പ്രയോഗിച്ചെങ്കിൽ തന്നെ ഇയാൾ ആ സിംഹത്തിന്റെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. മാത്രമല്ല, ആണോ ഉസാലിമാൻ പറയാം, വമിനൽ മഅലൂമി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, അന്നഹാ ലാ തദ്ഫഉ, ആ ആയുധങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ഇല്ലാ ബിത്തഹരീക്കി വദ്ദർബി, കണ്ടോ? ആയുധം കൊണ്ട് വെട്ടുകയോ അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുകയോ ചെയ്യണം, അപ്പോഴേ എന്താവുള്ളൂ, അതുകൊണ്ട് രക്ഷപ്പെടുള്ളൂ. ഫകദാ, ഇതുപോലെ തന്നെയാണ് ലൗ ഖറഅ റജുലുൻ 100,000 മസ്അലത്തിൻ ഇൽമിയ്യ, ഒരാൾ 1000 അല്ല 100,000 എന്ന 1,00,000 മസ്അല പഠിച്ചു, 1,00,000 മസ്അല വായിച്ചു. വതഅല്ലമഹ, അങ്ങനെ 1,00,000 മതനിയമങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. പക്ഷെ വലം യഅമൽ ബിഹാ, അതവൻ അമൽ ചെയ്തില്ല. എന്നാൽ ലാ തുഫീദുഹു ഇല്ലാ ബിൽ അമൽ, അമൽ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോഴല്ലാതെ ഈ അറിവ് കൊണ്ട് അവന് ഗുണം ലഭിക്കാൻ പോകുന്നില്ല. ഇതുപോലെ നേരത്തെ നാം പറഞ്ഞ മനുഷ്യൻ ആയുധം എപ്പോഴാണോ പ്രയോഗിക്കുന്നത് അപ്പോഴേ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, പ്രയോഗിക്കാനുള്ള അറിവ് കൊണ്ട് കാര്യമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, മിഥ്ലുഹു അയ്ദൻ, ഇതുപോലെ തന്നെയാണ് ലൗ കാന ലിറജുലിൻ ഹറാറത്തുൻ വമറദുൻ സഫറാവിയ്യുൻ,
يكون علاجه بالسكنجبين والكشكاب ولا يحصل البرء إلا باستعمالهما. രോഗം ബാധിച്ച ഒരാൾ, പനി ബാധിച്ച ഒരാൾ, അതുപോലെ തന്നെ സഫറാവിയ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച ഒരാൾ, ഈ മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സ എന്താണെന്ന് അയാൾക്കറിയാം, പനിയുടെ ചികിത്സ എന്താണെന്ന് അയാൾക്കറിയാം കണ്ടോ. പക്ഷേ ഈ പനിക്കും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനും അത് രണ്ട് ഉദാഹരണങ്ങളാണ്. ഏത് അസുഖങ്ങൾക്കും ആ അസുഖം ഭേദമാകണമെങ്കിൽ പ്രയോഗിക്കേണ്ട മരുന്ന് അറിയുന്നത് കൊണ്ട് ഭേദമുണ്ടാകില്ല. നേരെ മറിച്ച് ആ മരുന്ന് പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അസുഖം ശിവയാവുന്നത്. ഷുഗർ രോഗിയായ ഒരാൾ, അയാൾക്ക് പഞ്ചസാര കൂട്ടാൻ പാടില്ല അറിയാം, പക്ഷെ അതുകൊണ്ട് അയാൾ രക്ഷപ്പെടൂല. അയാൾ പഞ്ചസാര കൂട്ടാതിരിക്കുമ്പോഴാണ് രക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ ഷുഗർ കുറക്കുന്ന മരുന്നുകൾ കഴിക്കണം എന്ന് അയാൾക്കറിയാം, ആ മരുന്ന് അയാളുടെ കൈവശമുണ്ട്, അതുകൊണ്ട് അയാളുടെ അസുഖം ഭേദമാകൂല. അത് കഴിക്കുമ്പോൾ മാത്രമാണ് ഭേദമാകുന്നത്. ഇതുപോലെ തന്നെ അതിന്റെ മരുന്ന് പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ഏത് അസുഖവും ഭേദമാകുന്നത്. അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇതുപോലെ ഏതൊരു സംഗതിയും അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കാര്യം. ഇനി കേട്ടോളി, വലൂഖറഅത്തൽ ഇൽമ മിഅത്തസന, 100 കൊല്ലം നീ ഇൽമ വായിച്ചു പഠിച്ചു. ജമഅത്ത അൽഫ കിതാബിൻ, 1000കണക്കിന് കിതാബുകൾ നീ ഒരുമിച്ച് കൂട്ടി. എന്നാൽ ലാ തകൂനു മുസ്തഇദ്ദൻ ലിറഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന സ്വർഗം വാങ്ങാൻ നീ അർഹനാകൂല, ആ സ്വർഗം വാങ്ങാൻ തയ്യാറായവനാകൂല. ഇല്ലാ ബിൽ അമലി, ആ പഠിച്ചത് നിന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നാലല്ലാതെ. കാരണം ഖൗലിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഏതൊരു മനുഷ്യനും അവൻ ചെയ്തതേ ഉണ്ടാകൂ, ചെയ്യാതെ അവൻ പഠിച്ചു വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. വഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ, അല്ലാഹുവിന്റെ ലിഖാ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സാലിഹായ അമൽ ചെയ്യണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെയ്യാതെ കാര്യമില്ല. പിന്നെയും അല്ലാഹു പറഞ്ഞു, ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്, അവർ സമ്പാദിച്ചു കൂട്ടിയതിന്റെ ഫലമായിട്ടാണ് അല്ലാഹു തആല അത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഫലം കിട്ടണമെങ്കിൽ അത് ചെയ്യണം എന്ന് മനസ്സിലായി. പിന്നെയും അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. കണ്ടോ, അവിടെ അല്ലാഹു എന്താ പറഞ്ഞത്? വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന അതിമഹത്തായ സ്വർഗത്തെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരാ സ്വർഗത്തിൽ ഖാലിദീങ്ങളാണ്, ശാശ്വതമായി താമസിക്കുന്നവരാണ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, ദുനിയാവിൽ ഒരു സ്ഥലത്ത് കുറെ കാലം താമസിച്ചപ്പോ ഇനി മറ്റൊരു നാട്ടിൽ പോയാൽ തിരക്കടില്ല എന്ന് തോന്നുന്നത് പോലെ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ താമസിച്ചാൽ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നോ ഒരു വിസ കിട്ടിയാൽ അങ്ങോട്ട് പോകരുതെന്നോ അങ്ങനത്തെ ഒരു ചിന്ത അവിടെ ഉണ്ടാവൂല. അത്രയും സുഖമുള്ള ലോകമാണ് സ്വർഗം. പക്ഷേ ആ സ്വർഗം എന്ന് പറയുന്ന ലോകം അല്ലാഹു തആല ഓഫർ ചെയ്തിട്ടുള്ളത് 2 നിബന്ധനകൾ ഉള്ള ആളുകൾക്കാണ്. അതിലൊന്ന് ഈമാനാണ്, രണ്ടാമത്തേത് അമലാണ്. അപ്പൊ സാലിഹായ അമൽ ചെയ്തെങ്കിലേ രക്ഷപ്പെടൂ എന്നാണ് അള്ളാഹു ഇത്തരം ആയത്തുകളിലൂടെ പഠിപ്പിച്ചത്. ഇനി ഒരു ആയത്തിന്റെ ഭാഗം കൂടി, ഇല്ലാമൻ താബ വ ആമന വ അമില സാലിഹാ. കണ്ടോ, തൗബ ചെയ്യുകയും സൽക്കർമ്മം ചെയ്യുകയും സാലിഹായ അമൽ ചെയ്യുകയും ചെയ്തവരെ രക്ഷപ്പെടുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഇപ്പറഞ്ഞ ആയത്തുകളെല്ലാം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾ രക്ഷപ്പെടുകയും പടച്ച റബ്ബിന്റെ റഹ്മത്ത് അവന് ലഭ്യമാവുകയും ചെയ്യണമെങ്കിൽ ഇൽമു കൊണ്ട് മാത്രം കാര്യമില്ല, അമല് കൂടി വേണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത് ഉദാഹരണ സഹിതം വിശദീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. കണ്ടോ, ഇനി നിങ്ങൾ നോക്ക്, ഞാൻ ചുരുക്കി പറയാണ്, നമുക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് തീർക്കേണ്ടതല്ലേ, അതുകൊണ്ട് ചുരുക്കുകയാണ്. ഇനി ഒന്നുകൂടി നോക്കൂ നിങ്ങൾ. വമാ തഖൂലു ഫി ഹാദൽ ഹദീസ്, ഗസാലി ഇമാം ചോദിക്കുക, ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്താ ഹദീസ്? ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഇതാഇസ് സക്കാ വ സൗമി റമളാൻ വ ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറയുന്ന കൊട്ടാരത്തെ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ളത് 5 തൂണുകളിലാണ്. ആ കൊട്ടാരത്തിന് 5 തൂണാണുള്ളത്.
അതിൽ ഒന്നാമത്തെ തൂണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താകുന്നു. രണ്ടാമത്തേത് നിസ്കാരം മുറ പോലെ നിലനിർത്തലാണ്. മൂന്നാമത്തേത് സക്കാത്ത് കൊടുത്തു വിട്ടലാണ്. നാലാമത്തേത് റമദാനിലെ നോമ്പെടുക്കലാണ്. അഞ്ച് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യലാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ. ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഹദീസിൽ പറഞ്ഞ എന്താ? അറിവുകൊണ്ട് മാത്രം കാര്യമുണ്ട് എന്നല്ലല്ലോ. ഹദീസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതാണ്, ഒന്നും അറിയാനുള്ളതല്ല. അപ്പൊ ഇസ്ലാമിനെ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ളത് 5 തൂണുകളുടെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ 5 തൂണുകളും പരിശോധിച്ചാൽ അത് അറിയാനുള്ളതല്ല, നേരെ മറിച്ച് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇമാം ഗസാലി ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യണം, അതാകണം നമ്മുടെ ലക്ഷ്യം. പക്ഷെ ചെയ്യണമെങ്കിൽ ആദ്യം അറിയണം, അത് വേറൊരു കാര്യം. ഏതൊരു കാര്യം നമുക്ക് തെറ്റുകൂടാതെ ചെയ്യണമെങ്കിൽ എന്താക്കണം? അക്കാര്യം അറിയണം. പക്ഷെ അറിഞ്ഞു നിർത്തരുത്. അറിഞ്ഞു നിർത്തിയത് കൊണ്ട് കാര്യമില്ല, അത് ചെയ്യുന്നത് കൊണ്ടാണ് കാര്യം. അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം ഇൽമ പഠിക്കണേലോ പഠിപ്പിക്കണേലോ അർത്ഥമല്ല എന്നല്ല, പിന്നെ അതിന് വലിയ അർത്ഥമുണ്ട്. കാരണം എന്താ? ഏത് അമലും ചെയ്യണമെങ്കിൽ ആദ്യം അത് അറിയണം. അപ്പൊ ചെയ്യണമെന്ന് വന്നാൽ തീർച്ചയായിട്ടും ചെയ്യുന്നതിന് മുമ്പ് അറിയണമെന്ന് വരും. അറിയണമെന്ന് വന്നാൽ അത് പഠിക്കണമെന്ന് വരും. പഠിക്കണമെന്ന് വന്നാൽ പഠിപ്പിക്കണമെന്നും വരും. അതുകൊണ്ട് തന്നെ പഠിക്കലും പഠിപ്പിക്കലും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടവർ വിശുദ്ധ ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിച്ചവരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇനി ഞാൻ വിശദമാക്കി പറയണില്ല, ചുരുക്കാണ്, നമുക്ക് തീർക്കാൻ പറ്റിയിടത്തോളം തീർക്കണം. ഇമാം ഗസാലി വീണ്ടും തുടരുക, വൽ ഈമാനു ഖൗലുൻ ബിൽ ലിസാനി വ തസ്ദീഖുൻ ബിൽ ജനാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയലും മനസ്സുകൊണ്ട് വിശ്വസിക്കലുമാകുന്നു. ഇത് വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. നമ്മൾ അത്ര ഒരു സമഗ്രമായ ഒരു ചർച്ചയിലേക്ക് ഇപ്പൊ കടന്നു പോകേണ്ടതില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, വൽ ഈമാനു ഖൗലുൻ ബിൽ ലിസാനി, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് പറയലാണ്. ഈമാൻ എന്ന് പറഞ്ഞാല് അത് നാവ് കൊണ്ട് പറയലാണ്. വ തസ്ദീഖുൻ ബിൽ ജനാൻ, മനസ്സുകൊണ്ട് വിശ്വസിക്കലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾക്ക് ഈമാൻ ഉണ്ടാകുന്നത്. മനസ്സുകൊണ്ട് വിശ്വസിക്കലാണ് ഈമാന്റെ അടിസ്ഥാനം. പക്ഷെ മനസ്സ് ഗോപ്യമായ ഒരു മേഖലയാണ്. മറ്റുള്ളവർക്ക് അത് കാണാനോ വായിക്കാനോ കഴിയില്ല സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ ഈ സത്യത്തിൽ ആ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ നാം മനസ്സിലാക്കുന്നതും അങ്ങനെ ഒരു വിശ്വാസം അയാൾക്കുണ്ട് എന്ന് സമൂഹം തിരിച്ചറിയുന്നതും മനസ്സിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രുമെന്റിൽ ഒന്നായ നാവിലൂടെയാണ്. മനസ്സിലായോ? മനസ്സിലുള്ളത് പുറത്തേക്കങ്ങ് വരും, പുറത്തുള്ളത് മനസ്സിൽ കണ്ട് കയറും. ഇത് രണ്ടിനും പറ്റിയ സാധനമാണ് നാവും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളെല്ലാം. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ളൊരു ഡാറ്റ അത് നമുക്ക് പുറത്ത് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് ആ മനസ്സിന്റെ ഔട്ട്പുട്ട് ഇൻസ്ട്രുമെന്റ്സ് ആയി പ്രവർത്തിക്കുന്ന പല അവയവങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ്. ആ നാവ് കൊണ്ട് പറയുന്നു എന്റെ മനസ്സിലുള്ളത് ഇന്നതാണ്. അതങ്ങ് പറഞ്ഞാൽ പിന്നെ അവിടെ സംശയത്തിനൊരു വകുപ്പില്ല, വ്യാഖ്യാനങ്ങൾക്ക് അർത്ഥമില്ല. ആ നിലക്ക് തുറന്ന് പറയുന്ന വാചകമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാല് ഖൽബ് കൊണ്ട് വിശ്വസിക്കലും നാവ് കൊണ്ട് പറയലുമാണ് എന്ന് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഈമാന്റെ അടിസ്ഥാന ഘടകങ്ങളാണോ ഇത് രണ്ടും? അതല്ല, അടിസ്ഥാന ഘടകം ഖൽബ് കൊണ്ട് വിശ്വസിക്കലും അതിന്റെ ഷർത്ത്, അതായത് സമൂഹത്തിൽ അവനെ മുസ്ലിമായി അംഗീകരിക്കാനുള്ള ഷർത്താണ് നാവ് കൊണ്ട് പറയലും എന്നാണോ? ഇതൊക്കെ മഹാന്മാര് തമ്മിൽ വലിയ ചർച്ച നടന്നു. നാവ് കൊണ്ട് പറയൽ ഷർത്തേ ഉള്ളൂ, അത് ഈമാന്റെ ഷത്റുകല്ല. ഇതാണ് സുന്നത്യമായത്തിന്റെ പണ്ഡിതന്മാരിൽ പലരും പ്രബലമാക്കി പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അപ്പോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരാൾ മുഅ്മിനാകുകയും അയാൾ മുഅ്മിനായി സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ എടുത്തു പറയുന്നത്. മാത്രമല്ല മൂന്നാമത്തെ ഒരു കാര്യം ഇമാം ഗസാലി ചേർത്ത് പറയുന്നു. അതെന്താ? അമലുൻ ബിൽ അർക്കാൻ,
ശരിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് വിശ്വസിക്കലും നാവ് കൊണ്ട് അത് സമ്മതിച്ചു പറയലും മാത്രം പോരാ. പിന്നെ എന്തുകൂടി വേണം? അമലും ബില്ലർക്കാൻ, അവയവങ്ങളെ കൊണ്ട് ചെയ്യുക കൂടി വേണം. അപ്പോഴാണ് ശരിയായ ഈമാൻ ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല അമലുകളിൽ പലതിനെ കുറിച്ചും ഈമാൻ എന്ന് പ്രയോഗിച്ചത് ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല ഈമാൻ എന്ന് പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനിലുണ്ട്. വമാകാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈമാൻ എന്ന് പ്രയോഗിച്ചത് നിസ്കാരത്തെ കുറിച്ചാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അമലിനെ അല്ലാഹു ഈമാൻ എന്ന് പ്രയോഗിച്ചത് കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാൻ എന്ന് പറയുന്നത് വൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, ഈമാൻ 70 ചില്ലാനം ഭാഗങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹാ ഇമാതത്തുൽ ലദാ അനിത് തരീഖ്, അതിൽ ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ്. ഏറ്റവും താഴെ കിടയിൽ നിൽക്കുന്നത് വഴിയിൽ നിന്ന് തടസ്സങ്ങളെയും മാലിന്യങ്ങളെയും നീക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. അപ്പൊ വഴിയിൽ നിന്ന് തടസ്സങ്ങളും മാലിന്യങ്ങളും നീക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ടെങ്കിൽ അമലുകൾ ഈമാനിന്റെ ഭാഗമായി എണ്ണിയ പല ഹദീസുകളും കാണാം. അപ്പോ അടിസ്ഥാനപരമായ ഈമാനിന്റെ അപ്പുറത്ത് മനുഷ്യൻ ഒരു മുഅ്മിനായി, ഒരു സമ്പൂർണ്ണ മുഅ്മിനായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ആ ഖൽബിലുള്ള അടിസ്ഥാന ഈമാനിന് യോജിച്ച രീതിയിലാകണം അവന്റെ കർമ്മങ്ങൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈമാനിനെ ഇത് 3 എണ്ണി പറയുന്നത്. എന്നിട്ട് ഇമാം ഗസാലി ഒരു കാര്യം കൂടി പറയണം. വദലീലുൽ അഅ്മാലി, അമലുകൾ വേണമെന്നതിന്റെ തെളിവ് അക്സറു മിൻ അൻ യുഹ്സാ, അത് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം കൂടുതലുണ്ട്. മനസ്സിലായോ? അമലുകൾ വേണമെന്നതിന്റെ തെളിവ്, ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിലേ വെറും മുജറദുൽ ഈമാൻ, മനസ്സുകൊണ്ട് വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, അമലുകൾ ചെയ്യണം എന്നതിന്റെ തെളിവ് എവിടെ? അത് ഇമാം ഗസാലി തെളിവെടുത്ത് പറയില്ല, നേരെ മറിച്ച് പറയാ അതിന്റെ തെളിവ് അക്സറു മിൻ അൻ യുഹ്സാ, അത് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം കൂടുതലുണ്ട്. ഒരു മനുഷ്യൻ കട്ടുണ്ടോ? അത് ക്യാറ്റാണ്, കട്ടല്ലേ? ആയിക്കോട്ടെ, അത് മൂപ്പര് പൂച്ചനാട്ടിയതാണെന്നാ തോന്നുന്നത്. അല്ല, വൈൻകാനൽ അബ്ദു യബ്ലഗുൽ ജന്നത വൈൻകാനൽ അബ്ദു യബ്ലഗുൽ ജന്നത ബിഫദ്ലില്ലാഹി തആല ബികറമിഹി, ഒരു മനുഷ്യൻ സ്വർഗം എത്തിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണെങ്കിലും, ഉണ്ടോ? അള്ളാഹുവിന്റെ ഔദാര്യം, ഫദ്ല്, കറമ്, രണ്ടും ഔദാര്യം എന്ന അർത്ഥത്തിനാണ്. കറമ് എന്ന് പറഞ്ഞാൽ പ്രതിഫലേച്ഛയില്ലാതെ കൊടുക്കുന്നതിനാണ് കറമ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു തആല അടിമകൾക്ക് എന്ത് കൊടുത്താലും അതിനൊരു പ്രത്യുപകാരം അള്ളാഹു പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കറമ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു തആല കറമ് കൊണ്ടും ഫദ്ല് കൊണ്ടുമാണ്, ഔദാര്യം കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന് സ്വർഗം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ലാക്കിൻ, അവിടെ ഒരു പക്ഷയുണ്ട്. എന്താണ് ആ പക്ഷേ? ലാക്കിൻ, എങ്കിലും അള്ളാഹു ഔദാര്യം കൊണ്ട് കൊടുക്കുന്ന സ്വർഗം വെറുതെ അങ്ങ് കൊടുക്കലല്ല. പിന്നെ എങ്ങനെ കൊടുക്കല്? ബഅദ അൻ യസ്തഇദ്ദ ബിതാഅതിഹി വഇബാദതിഹി, ഈ അടിമ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്ന സ്വർഗത്തിൽ താമസിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനല്ലേ? ഇവിടെ എല്ലാ ജീവികൾക്കും ഒരേ കൂടല്ലല്ലോ. പല ജീവികൾക്കും പലജാതി കൂടുകളാണുള്ളത്. ആര് എന്താക്കാറില്ല? ആ ഏത് ജീവിനെയും അതിന്റെ കൂട് മാറ്റിയിട്ട് നമ്മൾ കിടത്താറില്ല. അപ്പൊ ഓരോന്നിനും അതിന്റെ കൂട്ടിക്കിടത്തും. അപ്പൊ ഒരു മനുഷ്യന് അല്ലാഹു തആല സ്വർഗം തരുമ്പോ ആ സ്വർഗത്തിൽ താമസിക്കാനുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനങ്ങ് എത്തണം. അതെങ്ങനെ എത്തല്? കാരണം അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ, അന്ന റഹ്മത്തുള്ളാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. ആ സ്വർഗത്തിലേക്ക് എത്തലെങ്ങനെ? അത് അള്ളാഹുവിനെ താഴത്ത് ചെയ്തിട്ടും അള്ളാഹ്ക്ക് അനുസരിച്ചിട്ടും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ടുവാ. അങ്ങനെ സ്വർഗത്തേക്ക് എത്തിയാലേ കാര്യമുള്ളൂ. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത്, ആ റഹ്മത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമുള്ള സ്വർഗം, ഏറ്റവും വലിയ റഹ്മത്താണ് സ്വർഗം. ആ റഹ്മത്ത് അടുത്ത് നിൽക്കുന്നത് നന്മ ചെയ്യുന്ന ആളുകൾക്കാണ്, ആത്മാർത്ഥതയുള്ള ആളുകൾക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി കേട്ടോളി. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ സ്വർഗം അള്ളാഹു ഔദാര്യമായി തരുന്നതല്ലേ, പിന്നെ എന്തിനാ നമ്മൾ അമലിക്കണമെന്ന് ചോദിക്കരുത്.
സ്വർഗം തരുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് തന്നെയാണ്. കാരണം ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവൻ ചെയ്ത അമലുകൾ കണക്കൂട്ടിയാലും സ്വർഗം വാങ്ങാനുള്ള, സ്വർഗത്തിന്റെ ഒരു ചാൺ ഭൂമി വാങ്ങാനുള്ള വില ആവൂല. പിന്നെ അള്ളാഹു ഔദാര്യം കൊണ്ടാണ് തരുന്നതെന്ന് പറയാനല്ലോ. അപ്പൊ അള്ളാഹു ഔദാര്യം കൊണ്ടാണ് തരുന്നത്. സ്വർഗം പോകട്ടെ, ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവനും അവൻ അമൽ ചെയ്താൽ അള്ളാഹു തന്റെ ഭൗതിക ലോകത്ത് അള്ളാഹു ഈ ഭൗതിക ലോകത്ത് അവന് കൊടുത്ത നിയമത്തിന് അത് പകരാവൂല. പിന്നെ എങ്ങനെ സ്വർഗം വരാൻ പോണ സ്വർഗത്തിന്റെ വില അതിലെങ്ങനെയത്? അപ്പൊ സ്വർഗം വിലക്ക് വാങ്ങുന്നത് സാധ്യല്ല. കാരണം ഒരു മനുഷ്യന് ദുനിയാവിൽ എന്ത് അമൽ ചെയ്താലും ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു താല അവന് കൊടുത്ത നിയമത്തിന് അത് പകരം നിൽക്കുകയില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. പിന്നെ എങ്ങനെയാണ് ഇത് സ്വർഗത്തിന്റെ വിലയായി നിൽക്കൂല? അപ്പൊ അള്ളാഹു സ്വർഗം കൊടുക്കുന്നത് അവന്റെ ഔദാര്യം കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ ഔദാര്യം അള്ളാഹ് എല്ലാവർക്കും കൊടുക്കുവോ? കൊടുക്കൂല. പിന്നെ എങ്ങനെയാ കൊടുക്കല്? അള്ളാഹു ഇതിന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താ? ഓ മുഹ്സിനാകണമെന്നാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നന്മ ചെയ്യുന്നവരാണ്. ആ നന്മ ചെയ്യുന്ന അവസ്ഥ ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളവർക്കാണ് അള്ളാഹു അത് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ വന്നാൽ എന്ത്? സ്വർഗം കിട്ടാൻ വെറും ഈമാൻ മാത്രം മതി എന്നാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതായത് അമലുകളൊന്നും ഒരാൾക്ക് ഇല്ലെങ്കിൽ പോലും, ഒരു അമലും ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് ഉറച്ച ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ കൊണ്ടും സ്വർഗം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുൽന, നാം അതിന് മറുപടി പറയുന്നത് എന്താണ്? നഅം, സംഗതി ശരി തന്നെയാണ്. പക്ഷെ വലാക്കിൻ മത്തായബിലഹു, ആ മനുഷ്യൻ എപ്പോഴാണ് സ്വർഗത്തിലെത്തുക? ഓന് സ്വർഗം കിട്ടും എന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ മത്തായബിലഹു, എപ്പോഴാണ് ഓന് സ്വർഗം കിട്ടുക? വകമ്മിൻ അഖബത്തിൻ കഊദിൻ തസ്തഖ്ബിലുഹു ഇലാ അൻ യസില, ആ സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് എത്ര പ്രയാസകരമായ കടമ്പകളെയാണ് അവന് കടക്കാനുള്ളത്. ആ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തെങ്കിൽ ഈമാൻ കൊണ്ട് മാത്രം സ്വർഗം കിട്ടില്ലോ എന്നുള്ള സമാധാനിച്ചിരിക്കാൻ എന്ത് വകുപ്പുള്ളത്? കാരണം ആ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തണമെങ്കിൽ എത്ര പ്രയാസകരമായ കടമ്പകൾ അവന് കടക്കണം. അവ്വലു തിൽക്കൽ അഖബാത്തി, ആ കടമ്പകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ കടമ്പ അഖബത്തുൽ ഈമാൻ, ഈമാൻ എന്ന് പറയുന്ന കടമ്പയാണ്. ഈമാൻ എന്ന് പറയുന്ന ആ കടമ്പ അങ്ങ് കടക്കണം. അത് ഒന്നാമത്തെ കടമ്പയാണ്. ഇങ്ങനത്തെ എത്ര കടമ്പ കടക്കാനുണ്ട്? പക്ഷെ ഒന്നാമത്തെ കടമ്പന്റെ അവസ്ഥ എന്താ? അന്നഹു ഹൽ യസ്ലമു മിൻ സൽബിൽ ഈമാനി അം ലാ, ഈമാൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കടമ്പ തന്നെ അവന് കടക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് സംശയമാണല്ലോ. കാരണം എന്താ? ഈമാൻ എന്ന് പറഞ്ഞത് ഈമാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഈമാൻ ഉണ്ടാകുകയും ആ ഈമാൻ നിലനിൽക്കുകയും മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യുമ്പോഴല്ലേ ഈമാൻ എന്ന് പറയുന്ന കടമ്പ അവൻ കടന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരു മനുഷ്യൻ ഈമാൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കടമ്പത്തെ സംബന്ധിച്ചു പോലും ചിന്തിക്കുകയാണെങ്കിൽ ആ കടമ്പ പോലും കടക്കാൻ കഴിയുമോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഈമാൻ ഊരിപ്പോവോ, ആ ഈമാൻ നമുക്ക് നിലനിന്ന് കിട്ടുമോ, ഒന്നും പറയാൻ പറ്റൂല. അള്ളാഹു നമ്മുടെയൊക്കെ ഈമാൻ നിലനിർത്തി ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കേട്ടോ? അപ്പൊ അതാണ് അതിന്റെ കഥ. അതാണ് അതിന്റെ കഥ. ഇനിയോ വൈദാ വസല, കടമ്പകൾ കടന്നങ്ങ് എത്തിയാൽ തന്നെ യകൂനു ഖായിബൻ മുഫ്ലിസാ, അവൻ ഒന്നും കൈവശമില്ലാത്ത പരമദരിദ്രനായിട്ടല്ലേ മാറുക. അപ്പൊ കടമ്പകൾ കടന്നങ്ങ് എത്തിയാൽ തന്നെ ഈ കയ്യിൽ സമ്പത്തുമായി ചെന്നവനെ പോലെ ആകില്ല. കുറെ കടമ്പകൾ കടക്കാറുണ്ട്. ആ കടമ്പകളിൽ ഒന്നാമത്തെ കടമ്പ പോലും വലിയ പ്രശ്നമുള്ളതാണ്. ഒന്നാമത്തെ കടമ്പ തന്നെ വലിയ പ്രശ്നമുള്ളതാണ്. ഇനി എങ്ങനെയെങ്കിലൊക്കെയാണ് ചെന്നെത്തിയെങ്കിൽ തന്നെ അവിടെ വെറും കൈയോടല്ലേ വരുന്നത്. ആ വെറും കൈയോടെ വരുന്ന ഖായിബിന്, മുഫ്ലിസിന്, അവന്റെ കൈവശം ഒന്നുമില്ലാതെ വരുമ്പോ ഓന് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള സംഗതിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കയ്യിൽ ധനം വെച്ച് വരുന്നവനെ പോലെ ഒരിക്കലും അവനാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കടമ്പകളുടെ കാര്യത്തിൽ സംശയം നിലനിൽക്കുന്ന കാലത്തോളം നമുക്കത് പറയാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് മുജറദുൽ ഈമാനെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് അതിൽ സായുജ്യം അടഞ്ഞിരിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് പറ്റൂല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. ഇത് നോക്കൂ. വഖാൽ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ്, അൽ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, തആബീകളുടെ നേതാവുള്ള ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദീനയിൽ ഹിജ്റ 21 ജനിച്ച മഹാനാണ്. ഹിജ്റ 21 മദീനയിൽ ജനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ
വലിയ മഹാനാണ്. ആ ഹസൻ ബഹുമാനപ്പെട്ടവര് പറയാ, യഖൂലുല്ലാഹു തആല ലിഇബാദിഹി യൗമൽ ഖിയാമ, അല്ലാഹു തആല തന്റെ അടിമകളോട് ഖിയാമത്ത് നാളിൽ പറയും, ഉദ്ഖുലൂ യാ ഇബാദി അൽ ജന്ന, എന്റെ അടിമകളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ, ബിറഹ്മതി, എന്റെ കരുണ കൊണ്ട്, നിങ്ങളുടെ അമല് കൊണ്ടല്ല. അതിന്റെ വിശദാംശം ഞാൻ നേരത്തെ പറഞ്ഞു. അമല് കൊണ്ട് ആരും സ്വർഗത്തിലെത്തൂല. സ്വർഗത്തിലെ ഒരു ചാൺ ഭൂമി പോലും വാങ്ങാൻ ഒരു മനുഷ്യന്റെ ദീർഘകാലം മുഴുവൻ അമല് ചെയ്യാതെ നടക്കൂല. കാരണം എന്താ? അള്ളാഹു ദുനിയാവ് കൊടുത്ത നിയമത്തിന്റെ ശുക്ർ പോലും അതാവൂല. പിന്നെ എങ്ങനെ പുതിയൊന്നിന്റെ വിലയാകല്, പുതിയൊരു നിയമത്തിന്റെ വിലയാകല്? അതുകൊണ്ട് നിങ്ങളുടെ അമല് കൊണ്ടല്ല നിങ്ങൾ സ്വർഗത്ത് പോണെന്റെ റഹ്മത്ത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും വഖ്തസിമൂഹ, ആ സ്വർഗലോകം നിങ്ങൾ വീതിച്ചെടുത്തോളൂ, ബിഖദരി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളുടെ കണക്കനുസരിച്ച്. അതാണ് സ്വർഗത്തിന്റെ വില. സ്വർഗത്തിന്റെ വില, അതായത് അവിടെ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് കണക്കാക്കുന്നത് നിങ്ങളുടെ അമലുകളാണ്. അതുകൊണ്ട് സ്വർഗം നിങ്ങൾ വീതിച്ചെടുത്തോളൂ, ബിഖദരി അഅമാലിക്കും, ബിഖദരി അഅമാലിക്കും, പിന്നെ നിങ്ങളുടെ അമലുകളുടെ തോതനുസരിച്ചാണ് നിങ്ങൾ ആ സ്വർഗം വീതിച്ചെടുക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. ഇനി പുതിയൊരു പേരെയാണ്, ഇതിപ്പോ കടക്കണോ എന്ന് എനിക്ക് തീരുമാനമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ നാളെ പറയാം. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. സമയം 5:45 ഇവിടെ 6 മണിക്ക് മഗ്‌രിബ് ബാങ്ക് കാണാം. ഇനി തുടങ്ങിയാൽ അത് തീർക്കാനുള്ള ഒരു സമയം നമുക്ക് ലഭിക്കൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗം നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ഒരു അമലില്ലാത്ത ആൾക്കാരാണ്. ഗസാലി ഇമാമിനെ പോലുള്ള മഹാന്മാരുടെ ഉപദേശം വായിക്കാനും പറയാനും ഒന്നും നമുക്ക് ഒരു അവകാശമില്ല. പക്ഷേ നമ്മളത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഖദർ നമ്മളെ കൽബിലേക്ക് അങ്ങ് തട്ടിയാൽ, പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് എന്തെങ്കിലും ഒന്നങ്ങ് തട്ടിക്കിട്ടിയാൽ അതുകൊണ്ട് നമ്മുടെ ചിന്ത നന്നാകുകയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയർന്നാൽ അൽഹംദുലില്ലാഹ് അത് നമ്മുടെ ജീവിതത്തിലെ മഹാഭാഗ്യമാവുമല്ലോ എന്നൊരൊറ്റ നിയ്യത്ത്, ഒറ്റ പ്രതീക്ഷ മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിലുള്ളത്. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പിശാചുക്കളെ ഷർറിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും സാഹിര്യങ്ങളെ സിഹറിൽ നിന്നും ഹാസിദീങ്ങളെ ഹസദിൽ നിന്നും ആയിനീങ്ങളെ ഐനിൽ നിന്നും അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെയും നമ്മുടെ ആലിമീങ്ങളെയും ഉസ്താദുമാരെയും സയ്യിദന്മാരെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും എല്ലാം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും രണ്ട് ലോകത്തും രക്ഷപ്പെട്ട് ഇസ്സത്തോടെ ദുനിയാവിൽ ജീവിച്ച് കാമിലായ ഈമാനോടെ മരിച്ച് സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശവൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com.
ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.